ഹായ് ഫ്രണ്ട്സ്, ബീൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ചോറിന് ഒരു കിടിലൻ കൂട്ടാൻ തേടുകയാണോ? എങ്കിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഏവർക്കും ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടമായ മീൻ തോരനാണ്. വരൂ, എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തി തോരൻ വെക്കാനാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: മത്തി കഴുകി വാരി മുറിച്ച് വെച്ചിട്ടുണ്ട്, പുളിയെ, ഉപ്പ്, കറിവേപ്പില, ഇഞ്ചി, ചുമന്നുള്ളി, വെളുത്തുള്ളി, കാന്താരി, മഞ്ഞൾപ്പൊടി, തേങ്ങ. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ, ചെറിയൊരു തേങ്ങ. പീര നല്ലതായിട്ട് വേണമെങ്കിൽ ഒരു തേങ്ങ. മിക്സിയുടെ ജാറിൽ കാന്താരി, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചിയും കൂടെ ആദ്യം ഒന്ന് കറക്കിയിട്ട് പിന്നെ തേങ്ങയും കൂടി ഇട്ട് ഒന്നുകൂടെ കറക്കാം. ഒന്ന് കറക്കി ഇനി തേങ്ങയും കൂടി ഇട്ട്, തേങ്ങ ഞാൻ കുറച്ച് പകുതി തേങ്ങ ഒന്ന് കറക്കുക, പകുതി അല്ലാതെ തിരുമിയതുപോലെ തന്നെ ഇടും. പകുതി തേങ്ങ ഞാൻ ഇതിനകത്തിട്ടൊന്ന് കറക്കുന്നുണ്ട്, പകുതി തേങ്ങ അല്ലാതെ തിരുമിയതുപോലെ തന്നെ ഇടും. ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് വേണ്ടുന്ന. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്നത് വെച്ച തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പീര കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കുറച്ച് തേങ്ങയാണ് കൂടുതലിടുന്നത്. എനിക്കിപ്പോൾ പീര ഇച്ചിരി കൂടുതൽ വേണമായിരുന്നു. പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കിത് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കാം. അടുപ്പേ വെച്ച് തിളയ്ക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ശകലം കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കാന്താരിയാണ് ഇതിനായിട്ട് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർക്കാം. തീ കത്തിക്കുക. തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് വേവിക്കണം. നമ്മുടെ മീൻ തിളച്ചു. ഇപ്പം വേണമെങ്കിൽ ആവശ്യത്തിന് പുളി വേണമെങ്കിലോ ഉപ്പ് വേണമെങ്കിലോ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ചേർക്കാം. ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒന്നെടുത്ത് കറക്കി കൊടുക്കാമേ. സ്പൂൺ ഇട്ടിളക്കല്ലേ, സ്പൂൺ ഇട്ടിളക്കി അത് പൊടിഞ്ഞു പോകും. ഇങ്ങനെ ചട്ടി വെച്ചൊന്ന് ചരിച്ച് കൊടുത്താൽ മതി. ഒന്നനക്കി നമ്മുടെ മീൻതോരൻ റെഡിയായി. ലാസ്റ്റ് നമുക്ക് ശകലം കറിവേപ്പില മണ്ടയിലിട്ട് കൊടുക്കാം, ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മുടെ മത്തിത്തോരൻ റെഡി. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ രുചിക്കൂട്ടിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി.